2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 1955-56 കാലഘട്ടത്തിൽ കുറുമ്പലങ്കോട് പ്രദേശവാസികളുടെ ആവശ്യാർത്ഥം ഏകാധ്യാപക വിദ്യാലയമായി പ്രവർത്തനമാരംഭിച്ച കുറുമ്പലങ്കോട് ഗവൺമെൻറ് യു പി സ്കൂൾ 70-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള വികാസമാണ് ഒരു വിദ്യാലയത്തിൻ്റെ ലക്ഷ്യമെന്ന യാഥാർത്ഥ്യം പ്രാവർത്തികമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നമ്മുടെ വിദ്യാലയം കാഴ്ചവെച്ചിട്ടുള്ളത്. 1974-ൽ യു പി സ്കൂളായി ഉയർന്ന ഈ വിദ്യാലയം ചുങ്കത്തറ പഞ്ചായത്തിലെ 1, 2, 18, 19, 20 വാർഡുകളിലെയും ചാലിയാർ, പോത്തുകല്ല് പഞ്ചായത്തുകളിലെയും വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. LP, UP വിഭാഗങ്ങളിൽ 24 ഡിവിഷനുകളിലായി 778 വിദ്യാർത്ഥികളും പ്രീ പ്രൈമറിയിൽ 137 കുട്ടികളും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാണ്. പ്രവേശനോത്സവ ഗാനത്തിൻ്റെ അകമ്പടിയോടെ ബലൂണും കിരീടവും സമ്മാനപതികളുമായി നവാഗതരെ സ്വീകരിച്ചു. ശ്രീ നജീർ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ശ്രീ സതീശൻ സ്വാഗതം പറഞ്ഞു. അക്ഷരദീപം തെളിയിച്ച് വാർഡ് മെമ്പർ ശ്രീമതി ബുഷ്റാബി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചുങ്കത്തറ സഹകരണ ബാങ്കിൻ്റെ TV സമർപ്പണം നടന്നു. ബിന്ദു ടീച്ചർ ആശംസകൾ നേർന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. പങ്കെടുത്ത എല്ലാവർക്കും പായസം വിതരണം ചെയ്തു. ദിനാചരണങ്ങൾ. ഓരോ ദിനാചരണവും ഓരോ ഓർമ്മപ്പെടുത്തലും ആ ദിനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാനുള്ള സന്ദർഭങ്ങളുമാണ്. പരിസ്ഥിതി ദിനം, വായന ദിനം, ബഷീർ ദിനം, ചാന്ദ്രദിനം എന്നിവയെല്ലാം ഓരോ ദിനത്തിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ട് സമുചിതമായി ആചരിച്ചു. 77-ാം സ്വാതന്ത്ര്യദിനത്തിൽ വാർഡ് മെമ്പർ ശ്രീമതി ബുഷ്റാബി പതാക ഉയർത്തി. സുമി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ശ്രീ VS സതീശൻ, ശ്രീ സുരേഷ്, ശിവശങ്കരൻ സാർ, ശ്രീമതി സുറുമി, ശ്രീ നജീർ, ഉമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. അനൂജ് സാർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് പാചകക്കാരായ സെറീന, യശോദ എന്നിവരെ ആദരിച്ചു. രജിത ടീച്ചർ മുഖ്യ സന്ദേശം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കി. ശിശുദിനത്തിൽ കുട്ടികളുടെ റാലി, കലാപരിപാടികൾ, പായസ വിതരണം എന്നിവ നടന്നു. ലോക ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷി കുട്ടികളെ വീട്ടിൽ പോയി ആദരിച്ചു. ആഘോഷങ്ങൾ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സ്കൂളിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 3-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പങ്കെടുക്കുകയും വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. കൂടാതെ സ്പെഷ്യൽ ഭക്ഷണവും നൽകി. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ക്ലാസ് തലത്തിൽ പൂക്കളങ്ങൾ ഒരുക്കി. കുട്ടികളുടെ ഓണപ്പാട്ട്, ഓണക്കളികൾ, വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും പായസവും ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ക്രിസ്മസ് ട്രീ, കരോൾ ഗാന മത്സരം, നൃത്താവിഷ്കാരം, വിവിധ ക്ലാസുകളിലേക്കുള്ള കരോൾ, പ്രത്യേക ഭക്ഷണം എന്നീ പ്രവർത്തനങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നടത്തി. പുതുവർഷപ്പിറവിയോടനുബന്ധിച്ച് എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം ചെയ്യുകയും പ്രത്യേക അസംബ്ലിയിൽ പുതുവർഷദിന സന്ദേശം നൽകുകയും ചെയ്തു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിവിധ ക്ലബ്ബുകൾ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. ദിനാചരണങ്ങൾ, ശില്പശാലകൾ, പച്ചക്കറിത്തോട്ടം, ജൈവവൈവിധ്യ ഉദ്യാനം, ശുചിത്വ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, വിവിധ മത്സരങ്ങൾ, ഇംഗ്ലീഷ് ന്യൂസ് റീഡിംഗ്, സാഹിത്യ മത്സരങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അതാത് ക്ലബ്ബുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. മേളകൾ. ഓരോ കുട്ടിയുടെയും ശാരീരിക വികാസത്തിന് ഈ വർഷത്തെ കായിക പ്രവർത്തനങ്ങൾ സഹായകമായി. സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. സബ് ജില്ലാ തലത്തിൽ സബ് ജൂനിയർ ഗേൾസ് ലോങ് ജമ്പിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കാൻ സായുജിക്ക് കഴിഞ്ഞു. ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ ശാസ്ത്രമേളയും പ്രവൃത്തി പരിചയമേളയും സബ് ജില്ലാ തലത്തിലേക്ക് മികച്ച കുട്ടികളെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനും ഏറെ പ്രയോജനകരമായി. സാമൂഹ്യശാസ്ത്രം, സയൻസ്, പ്രവൃത്തി പരിചയം എന്നിവയുടെ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഏറെ മികച്ച രീതിയിൽ കലാപരമായ കഴിവുകൾ അവതരിപ്പിച്ച മേളയായിരുന്നു ഈ വർഷത്തെ സ്കൂൾ തല കലാമേള ദീപ്തം. മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാതല കലാമേളയിൽ പങ്കെടുത്ത ഇനങ്ങൾക്കെല്ലാം A ഗ്രേഡ് നേടി വിദ്യാലയത്തിൻ്റെ യശസ്സുയർത്താൻ എല്ലാ കുട്ടികളും കഠിന പ്രയത്നം ചെയ്തു. ശലഭോത്സവം.
മമ്പാട് ഓടായിക്കലിൽ നടന്ന ഈ വർഷത്തെ നിലമ്പൂർ സബ് ജില്ലാ പ്രീ പ്രൈമറി കലോത്സവമായ ശലഭോത്സവത്തിൽ പങ്കെടുത്ത 44 സ്കൂളുകളിൽ നിന്നും മികച്ച പ്രകടനത്തോടെ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ കുരുന്നുകൾക്ക് സാധിച്ചു. അതിനായി പരിശ്രമിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർക്കുള്ള കൃതജ്ഞതയും അഭിനന്ദനവും ഈ അവസരത്തിൽ അർപ്പിക്കട്ടെ. പഠനയാത്ര ആസ്വാദനത്തിനും അറിവ് നേടാനും വിവിധ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കാലാവസ്ഥാ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനും സഹായകമായ വിധത്തിലാണ് ഈ വർഷത്തെ പഠനയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം 110 കുട്ടികൾ പങ്കെടുത്ത ഊട്ടി യാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു പഠനയാത്രയുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റുന്നതായിരുന്നു. സ്കൂൾ പാർലമെൻറ്റ് 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നിലവിലെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് രീതികളും പ്രവർത്തനങ്ങളും എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ ഈ പ്രവർത്തനം സഹായകമായി. 7D ക്ലാസ്സിലെ അനന്തൂരാജ് സ്കൂൾ ലീഡറായും 7A ക്ലാസ്സിലെ ഷമീല PM ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ വകുപ്പ് മന്ത്രിമാരെയും തദവസരത്തിൽ തെരഞ്ഞെടുത്തു. ഗൃഹസന്ദർശനം കുട്ടിയെ അടുത്തറിയാനും ഗൃഹാന്തരീക്ഷം തിരിച്ചറിയാനും എല്ലാ ക്ലാസ് അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി. ജനറൽ ബോഡി മീറ്റിംഗ് 2024-25 അധ്യയന വർഷത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ പുതിയ SMC അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ചർച്ചയും വരവ് ചെലവ് കണക്കുകളുടെ അവതരണവും നടന്നു. SMC ചെയർമാനായി സുരേഷ് KR, വൈസ് ചെയർമാനായി മുഹമ്മദ് നജീർ, MTA പ്രസിഡന്റായി സുറുമി, വൈസ് പ്രസിഡന്റായി ചിഞ്ചു കൃഷ്ണൻ എന്നിവർ ചുമതലയേറ്റു. ശലഭങ്ങൾ പറക്കട്ടെ ST കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി തയ്യാറാക്കിയ പ്രൊജക്ടിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റീന ടീച്ചർ നിർവഹിച്ചു. ശ്രീ ശിവശങ്കരൻ സാർ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ശ്രീ VS സതീശൻ സ്വാഗതവും വെൽഫെയർ കമ്മിറ്റി അംഗം ശ്രീ സുരേന്ദ്രൻ, മെമ്പർ ചന്ദ്രൻ, വിദ്യാധരൻ മാസ്റ്റർ, MTA പ്രസിഡന്റ് ശ്രീമതി റജീന എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ എല്ലാ കുട്ടികൾക്കും ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി കോഴിക്കോട്ടേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം നിലമ്പൂർ MLA ശ്രീ PV അൻവർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഹമ്മദ് നജീർ സ്വാഗതവും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റീന ടീച്ചർ അധ്യക്ഷ സ്ഥാനവും BPC ശ്രീ മനോജ് സാർ മുഖ്യ സന്ദേശവും നൽകി. പരിപാടിയോടനുബന്ധിച്ച് നിലമ്പൂർ സബ് ജില്ലയിലെ ആദ്യ സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി അധ്യാപികയായ ശൈലജ ടീച്ചറെ AEO ശ്രീ പ്രേമാനന്ദ് സാർ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സീനത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ജയചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഹാൻസി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ബുഷ്റാബി, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, ഹെഡ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ക്ലാസ് PTA പഠന നേട്ടങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, മൂല്യനിർണ്ണയ രീതികൾ, കുട്ടികളുടെ നിലവാരം എന്നിവ രക്ഷിതാക്കളുമായി സംവദിക്കുവാൻ ഈ അധ്യയന വർഷത്തെ ക്ലാസ് PTA സഹായകമായി. LSS USS പരിശീലനം അവധി ദിവസങ്ങളിലും പ്രവൃത്തി ദിനങ്ങളിലും പ്രത്യേകം സമയം കണ്ടെത്തി തുടർച്ചയായി LSS USS പരിശീലനം നൽകുന്നു. LSS USS പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസും ബോധവൽക്കരണ ക്ലാസും നൽകാൻ കഴിഞ്ഞു. 2 കുട്ടികൾക്ക് USSഉം 7 കുട്ടികൾക്ക് LSSഉം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ ബസ് കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി 3 സ്കൂൾ ബസ്സുകൾ നമുക്കുണ്ട്. പരിമിതമായ സാമ്പത്തികത്തിലും വിഭവസമൃദ്ധവും വൈവിധ്യവുമായ വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകാൻ ഉച്ചഭക്ഷണ കമ്മിറ്റി ശ്രദ്ധിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട, ഇടവേളകളിൽ കപ്സ, ആഘോഷങ്ങളിൽ പ്രത്യേക ഭക്ഷണം, പോഷക ഘടകങ്ങൾ അടങ്ങിയ വിവിധങ്ങളായ കറികൾ എന്നിവ വിതരണം ചെയ്തു വരുന്നു. IT പഠനം വിവര സാങ്കേതിക വിദ്യയിലൂന്നിയുള്ള പഠന പ്രവർത്തനങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആഴ്ചയിൽ 2 ദിവസം IT ക്ലാസുകൾ എന്നിവ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ
ശ്രദ്ധേയമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷവും നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. SSKയുടെ 20 ലക്ഷം ഉപയോഗിച്ച് പുതിയ 2 ക്ലാസ് മുറികളുടെ നിർമ്മാണം പൂർത്തിയാക്കി. 10 ലക്ഷത്തിൻ്റെ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി. SSKയുടെ 6 ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം നിർമ്മാണം പൂർത്തിയാക്കി. നമ്മുടെ SMCയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് ആകർഷകമായ കമാനവും പ്രീ പ്രൈമറിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥിക്കായി ടോയ്ലറ്റ്, പഴയ പ്രീ പ്രൈമറി കെട്ടിടത്തിൻ്റെ ഷീറ്റ് മാറ്റി കോൺക്രീറ്റ് ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. പരിമിതികൾക്കിടയിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഈ നാടിൻ്റെ പൊതുസ്വത്തായ കുറുമ്പലങ്കോട് ഗവൺമെൻറ് UP സ്കൂൾ വിജയത്തിലേക്ക് മുന്നേറാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും മറ്റെല്ലാ മേഖലകളിലും സഹായ സഹകരണങ്ങൾ നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത്, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത്, SMC, MTA, രാഷ്ട്രീയ പ്രതിനിധികൾ, ക്ലബ്ബ് അംഗങ്ങൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർക്കുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരുടെയും അംഗീകാരത്തിനായി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.